ഹലോ, വെൽക്കം ബാക്ക് ടു ആൻഡ്ലിൻസ് ക്ലാസ്സസ്. നമ്മളിന്ന് ബയോളജിയാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മനസ്സിലാക്കി കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുതേ. പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ആവുക. നോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കെന്നാ തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ടു ലൈഫ് പ്രോസസ് അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ടു ലൈഫ് പ്രോസസ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഓണം എക്സാമിന് വരുന്നത്. അതിലൊന്നാമത്തെ പാഠം ഞാൻ തുടങ്ങാനായിട്ട് പോവാണ്. സ്കൂളിലൊക്കെ എന്താ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ എടുക്കുന്നതിൻ്റെ കൂടെ മനസ്സിലാവുന്നൊക്കെ ഇല്ലേ? സിമ്പിൾ ചാപ്റ്റർ ആണല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാവേ. നോക്കിക്കേ, ഇനി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചാപ്റ്ററിൽ കടക്കുമ്പോൾ തന്നെ, നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കുഞ്ഞി ബോക്സ് കാണാനില്ലേ? ഈ ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബോക്സിൽ പറയുന്നത്. പക്ഷെ ഒരു കുഞ്ഞി ബോക്സിൽ അവർ ഒതുക്കി കളഞ്ഞേ. നമുക്ക് നോക്കാം അതെന്താണ്. അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ദ കീ ഓഫ് ലൈഫ് ഈസ് ഇൻ ദ സേഫ് ഓഫ് സയൻസ് എന്ന് വെച്ചാലേ, ജീവൻ്റെ താക്കോല് സയൻസിൻ്റെ കയ്യിൽ നല്ല ഭദ്രാണ്. അങ്ങനെ പറയാൻ എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? സയൻസ് ഒരു വ്യക്തിക്ക് എന്തോരം അറിയാം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം, നമ്മുടെ ജീവിതം നമുക്ക് രക്ഷിക്കാം അല്ലേ? നമ്മുടെ ഒരു ജീവനുള്ള വസ്തുവിനെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്തേക്കൊക്കെ പോകണ്ടേ? ആൾക്ക് ആ സയൻസിൽ ഒരുപാട് അറിവുള്ളത് കൊണ്ടല്ലേ അത്. സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പറ്റി പഠിക്കാൻ മാത്രമല്ല, പ്ലാന്റ്സിനെ പറ്റിയും ജീവജാലങ്ങളെ പറ്റിയും ഒക്കെ പഠിക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? സയൻസ് അറിയണം. സയൻസ് ഒരു അടിപൊളി സബ്ജക്റ്റ് അല്ലേ? അതെ. അപ്പോൾ നമ്മളോട് ഈ ചാപ്റ്ററിൽ കിടക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ക്യാൻ ലൈഫ് ബി ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി? നമുക്ക് കൃത്രിമമായി ജീവൻ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചേ, ജീവൻ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? നിങ്ങൾ പോയി ലാബിൽ പോയിട്ട് ഒരു ജീവൻ നമുക്ക് ലാബിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ സ്വയം? ഇതേ ചോദ്യമായിരുന്നു കുറേ ഗവേഷകന്മാർ, സയൻസ് പഠിക്കുന്നവർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവർ ആലോചിച്ചിരുന്നത്. അവർക്ക് പറ്റുമോ? അവരെന്ത് ചെയ്തു? അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ജീവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് എഫേർട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ 21ാം നൂറ്റാണ്ടായപ്പം, 21ാം നൂറ്റാണ്ടിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു 21ാം നൂറ്റാണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ പറയാം കേട്ടോ. അതിലൊന്നും പറയുന്നില്ല. അവരെന്താണ്, ഈ സയൻറ്റിസ്റ്റുകൾ 21ാം നൂറ്റാണ്ടൊക്കെ ആയപ്പം ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ജീവൻ ഉണ്ടാക്കാനായി വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് അവർ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം അങ്ങനെ എന്താ ഉണ്ടാവുക? കുറേ നമ്മൾ ട്രൈ ചെയ്താൽ എപ്പോഴെങ്കിലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടില്ലേ? കിട്ടും. അങ്ങനെ ആഫ്റ്റർ കണ്ടിന്യൂസ് എഫേർട്സ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ ബിക്കെയിം എ റിയാലിറ്റി ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അങ്ങനെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി, നിങ്ങൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു വിഭാഗമാണ് ജെനറ്റിക്. നിങ്ങൾ ജീൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജീൻസ്, DNA, RNA. യെസ്. അപ്പോൾ അതൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഭാവിയിൽ അതിനെ പറ്റിയൊക്കെ കൂടുതൽ കേൾക്കും. അപ്പോൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഈ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു എന്നറിയോ? ഒരു ബാക്ടീരിയനെ അവർ ഉണ്ടാക്കി. ഒരു കൃത്രിമമായി ബാക്ടീരിയനെ, ഒരു ജീവനുള്ള ബാക്ടീരിയനെ അവർ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ജീവൻ ഉണ്ടാക്കാൻ പറ്റിയില്ലേ? നമുക്ക് പറ്റി. എ ടീം ഓഫ് റീസർച്ചേഴ്സ് അറ്റ് കാംബ്രിഡ്ജ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് E. coli ബാക്ടീരിയം ദാറ്റ് ലീവ്സ് ഇൻ ദി ഇൻറ്റസ്റ്റൈൻ ആൻഡ് സോയിൽ. അങ്ങനെ കാംബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരുപാട് റീസർച്ചേഴ്സ്, ഇതിനെ പറ്റി പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? ഒരു ബാക്ടീരിയത്തിനുണ്ടാക്കി. ആ ബാക്ടീരിയത്തിൻ്റെ പേരാണ് E. coli. എന്താണ് പേര്? E. coli. ഞാൻ എൻ്റെ ഫുൾ നെയിം പറഞ്ഞുതരാവേ. എസ്റ്റേർഷ്യ കോളൈ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതിന് നമ്മൾ ചെല്ലപ്പേരായിട്ട് E. coli എന്ന് പറയും. ഓക്കെ, അതിനെവിടെ കാണുന്നതെന്നറിയോ? അതിന് ഇൻറ്റസ്റ്റൈനിലും കാണാം, സോയിലിലും കാണാം. ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കുടലിലും ജീവിക്കും ഈ ബാക്ടീരിയം. അതുപോലെ മണലിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ ദോ അറ്റ് എ സ്ലോ പേസ് ദി ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ ക്യാൻ ഗ്രോ ആൻഡ് ഡിവൈഡ് ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ ബാക്ടീരിയ ഉണ്ടല്ലോ,
ആ സാധാരണ ബാക്ടീരിയയുടെ പോലെ പെട്ടെന്ന് ഇതിനെ വളരാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷേ പെട്ടെന്ന് പറ്റിയില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ ബാക്ടീരിയ മെല്ലെ ആയാലും എന്ത് ചെയ്യും? വളരും, ഡിവൈഡ് ചെയ്യും, ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബാക്ടീരിയനെ ഉണ്ടാക്കുന്നത് സക്സസ് ആയില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജീവൻ ഉണ്ടാക്കിയില്ലേ, സയൻസ് ജയിച്ചു അല്ലേ? യെസ്. ഇവിടെ ഒരെണ്ണമല്ല 2 ബാക്ടീരിയകളുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബാക്ടീരിയ. ഏത്? എസ്റ്റേർഷ്യ കൊളൈ. ഈ കൊളൈ ബാക്ടീരിയം ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ നമ്മുടെ 2 ബാക്ടീരിയകളുണ്ട്. ഒരാൾ ഒറിജിനലാ, ഒരാൾ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒറിജിനൽ ബാക്ടീരിയ കുശുമ്പായി. അപ്പോൾ ഇവർ തമ്മിലൊരു സംഭാഷണം നമുക്കിവിടെ തന്നിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ബാക്ടീരിയ പറയാണ്, നീ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞാനാണ് ഒറിജിനൽ എന്ന് പറയുകയാണേ. യു ആർ ഡ്യൂപ്ലിക്കേറ്റ്, ഐ എം ദ ഒറിജിനൽ എന്ന് ആര് പറഞ്ഞു? ഒറിജിനൽ ബാക്ടീരിയ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബാക്ടീരിയ പറയാണ്, നോ ഒറിജിനൽ ആൻഡ് നോ ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ ഒറിജിനൽ എന്നോ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊന്നുമില്ല. ബോത്ത് ഓഫ് അസ് ആർ ബാക്ടീരിയ. നമ്മൾ 2 പേരും എന്തുതന്നെയാണ്? ബാക്ടീരിയ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ വാസ് മെയ്ഡ് ഇൻ എ ലാബ്. എനിക്കൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, ഞാൻ എവിടെ ഉണ്ടായതാണ്? ലാബിൽ ഉണ്ടായതാണെന്നുള്ളൂ. അല്ലാണ്ട് ഒറിജിനൽ എന്നോ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊന്നുമില്ല. നമ്മൾ 2 പേരും എന്തുതന്നെയാണ്? ബാക്ടീരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ബോക്സിൽ പഠിക്കുന്നത് കേട്ടോ. എബവ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാച്ചുറലി ഒക്വറിങ് ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാബ്. അപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ബാക്ടീരിയയും നമ്മൾ ലാബിൽ ഉണ്ടാക്കിയ ബാക്ടീരിയയും തമ്മിലുള്ള ഒരു സംഭാഷണമാണെന്ന്. ഓക്കെ, നമ്മളത് പറഞ്ഞു അല്ലേ? ദ ക്രിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ വാസ് എൻ അമേസിംഗ് ബ്രേക്ക് ത്രൂ ഇൻ സയൻറ്റിഫിക് വേൾഡ്. ഈ നമ്മുടെ ശാസ്ത്ര ലോകത്തിൽ ഭയങ്കര അമേസിംഗ് ആയിരുന്നു, നല്ല അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ഇതേപോലെ കൃത്രിമമായി ഒരു ജീവനുള്ള ബാക്ടീരിയനെ ഉണ്ടാക്കിയത്. ഓക്കെ, ഇതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? ഒരു വസ്തുവിനെ ജീവനുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഒരു വസ്തുവിനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പാരഗ്രാഫിൽ 5 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ്, ആ വസ്തുവിന് മൂവ്മെൻറ്റ് ഉണ്ടാവും, അനക്കവും ഒക്കെ ഉണ്ടാവും, റെസ്പോൺസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് റെസ്പോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇപ്പം ഞാൻ നിങ്ങളെ അടിച്ചു നിങ്ങൾക്ക് വേദനിക്കൂലേ? അപ്പോൾ അത് നിങ്ങളുടെ ബോഡി കാണിക്കുന്ന റെസ്പോൺസാണ്. അതേപോലെ പ്ലാന്റ്സ് ഒക്കെ സൂര്യപ്രകാശം കാണുന്നിടത്തേക്ക് വളരും, അതുപോലെ വെള്ളം കാണുന്നിടത്തേക്ക് വേര് ഇറങ്ങും, അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ റെസ്പോൺസാണ്, അതിനൊക്കെ ജീവനുണ്ട് എന്നർത്ഥം. പിന്നെന്താണ്? നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പം നമുക്ക് റെസ്പിറേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതും നമുക്ക് ജീവനുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ നമുക്ക് വളരാൻ പറ്റുന്നില്ലേ? ഉണ്ട്, അതും നമുക്ക് ജീവനുള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, ഭാവി തലമുറകളെ, കുട്ടികളെ ജനിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ? ഇതെല്ലാം ഒരു വസ്തുവിന് ജീവനുണ്ട് എന്നതിൻ്റെ സയൻസാണ്. ഓക്കെ അല്ലേ? യു നോ ദാറ്റ് സെൽ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ? ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നത്? കഴിഞ്ഞ കൊല്ലം നമ്മൾ സെല്ലെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? സെല്ലാണ് നമ്മുടെ ബോഡിയുടെ ബേസിക് ആയിട്ടുള്ള ഘടകം അല്ലേ? അടിസ്ഥാന ഘടകം എന്താണ്? സെല്ലാണ്. അപ്പോൾ ഓരോ സെല്ല് ഇതേപോലെ കുറേ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തായി മാറിയത്? ടിഷ്യൂ ആയി മാറിയത്. ടിഷ്യൂ കൂടിച്ചേർന്നിട്ടാണ് ഓർഗൻസായി മാറിയത്. ഓർഗനുകൾ കൂടിച്ചേർന്നാണ് ഓർഗൻ സിസ്റ്റം ആയത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത്, അത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ, സെല്ലാണ്, ഒരു കോശമാണ് നമ്മുടെ ബോഡിയുടെ അടിസ്ഥാന ഘടകം എന്ന് ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളൂ. ഇനി ആ സെല്ലിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവേ. അപ്പോൾ ഈ സെല്ലുകളുടെ അകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമുക്കൊക്കെ ജീവൻ ഉണ്ടാവും. ജീവൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോഡിയുടെ എല്ലാ സെല്ലുകളിലും കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ദി കെമിക്കൽ റിയാക്ഷൻസ് എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള കെമിക്കൽ റിയാക്ഷനുകൾ, രാസപ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നുണ്ട്? പ്രധാനമായും ഈ സെല്ലുകളുടെ അകത്ത് നടക്കുന്നുണ്ട് എന്ന്. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ ദി സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. ഇനി ഈ സെല്ലിനകത്ത് ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് എന്തൊക്കെ വേണമെന്നറിയോ? ഒരുപാട് മോളിക്യൂളുകൾ വേണം. എന്താണ് മോളിക്യൂളുകൾ?
കുറേ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചില്ലേ, ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഷുഗർ മോളിക്യൂൾ. ഞാൻ യൂട്യൂബിൽ ക്ലാസ് അപ്ലോഡ് ചെയ്ത് പറഞ്ഞായിരുന്നു അല്ലേ. ഓക്കെ, അതെന്താണ്, ഒരുപാട് മോളിക്യൂളുകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ സെല്ലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, these molecules are formed by the various combinations of element such as carbon, hydrogen, oxygen, nitrogen, phosphorus, calcium. എന്താ പറഞ്ഞത്, ഈ മോളിക്യൂളുകളില്ലേ, ആ മോളിക്യൂളുകളിലെ ഉള്ള എലമെൻറ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെ മോളിക്യൂൾ ഉണ്ടാവുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ടല്ലേ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ച പോലെ ഗ്ലൂക്കോസ് മോളിക്യൂൾ എങ്ങനെ ഉണ്ടാവുന്നത്, ഷുഗർ മോളിക്യൂൾ എങ്ങനെ ഉണ്ടാവുന്നത്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ മൂന്നും കൂടി ചേർന്നിട്ടല്ലേ. അതേപോലെ ഇവിടെ പറയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം ഇതേപോലെയുള്ള എലമെൻറ്റുകൾ കൂടിച്ചേർന്നുണ്ടാവുന്ന മോളിക്യൂളുകൾ ഉപയോഗിച്ചാണ് ഈ സെല്ലിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതൊന്നും കാണാപ്പാടം പഠിക്കണ്ട. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ കാൽഷ്യം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ പേരുകൾ. ഇതൊക്കെ എലമെൻറ്റുകളാണ് നമ്മുടെ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഓരോ മോളിക്യൂളുകൾ ഫോം ചെയ്യും. ഈ മോളിക്യൂളുകൾ വെച്ചിട്ടാണ് ഈ സെല്ലിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഈ പേജ് കഴിഞ്ഞു, നമുക്ക് നെക്സ്റ്റ് പേജ് പഠിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പേര് പറഞ്ഞുതരാവേ. ആ പേരാണ് ബയോമോളിക്യൂൾസ്. കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ബയോമോളിക്യൂൾസ് എന്ന് പറയും. അതിൽ 4 സംഭവങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? 4 സംഭവങ്ങൾ. അത് പഠിക്കണ്ടേ? ഈ 4 ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ലൈഫിൻ്റെ നമ്മൾ പറയില്ലേ, വീടൊക്കെ പണിയുമ്പോൾ തറ കെട്ടുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ്, തറക്കല്ലുകളാണ് എന്ത്, ഈ 4 സംഭവങ്ങളെ. ഈ 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പഠിക്കാൻ പോകുന്ന ഈ 4 നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ബയോമോളിക്യൂൾ. അപ്പോൾ ഏതൊക്കെയാണ് 4 പഠിക്കേണ്ടത് നമുക്ക്? ഏതൊക്കെയാണെന്ന് അറിയോ? കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഏതൊക്കെയാണ് 4? കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. പഠിച്ചില്ലേ? എൻ്റെ കൂടെ പറഞ്ഞേ. കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇതിന് 4 ഒരുമിച്ച് എന്താ വിളിക്കുക? ബയോമോളിക്യൂൾസ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആർ ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ഇപ്പോൾ ഏതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്? നമ്മുടെ ജീവൻ ഉണ്ടാവുന്നത് തന്നെ ഈ 4 സംഭവങ്ങൾ വെച്ചിട്ടാണ്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ക്ലിയർ ആണേ? അപ്പോൾ ഈ 4 പേരും പഠിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റുകൾ, കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിൾ പഠിക്കണ്ടേ? വേണം. ലിപ്പിഡിൻ്റെ എക്സാമ്പിൾ പഠിക്കണ്ടേ? അതേപോലെ പ്രോട്ടീൻ്റെയും ന്യൂക്ലിക് ആസിഡിൻ്റെയും ഒക്കെ എക്സാമ്പിൾസും കൂടെ നമുക്ക് പഠിക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, പഠിക്കണം. ഇനി ഞാൻ ഇപ്പം നമ്മൾ പഠിച്ച എല്ലാ ബയോമോളിക്യൂൾസിൻ്റെയും എക്സാമ്പിൾസ് പറയാൻ പോവാണ്. റെഡിയാണോ? ആദ്യം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ ബയോമോളിക്യൂളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നുവേ. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ലിപ്പിഡ്. എന്താണ് ലിപ്പിഡ് നമ്മൾ രണ്ടാമത്തെ. അതാലോചിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ബോഡിയിൽ എണ്ണ പോലെ ഇരിക്കുന്നതാണ് ലിപ്പിഡ്സ്. ഏതൊക്കെയാണെന്നറിയോ? ഓയിൽസ് ഉണ്ട്, അതേപോലെ ഫാറ്റ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഫാറ്റ്സും ഉണ്ട്, ഓയിൽസും ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഇല്ലേ? അതെന്താണ്? എണ്ണ പോലെ ഇരിക്കുന്നതല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി പെട്ടെന്ന്, ഓയിൽസും ഫാറ്റ്സും. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു ബയോമോളിക്യൂളിൻ്റെ പേര് പറഞ്ഞാൽ ഇത് പറയും, ലിപ്പിഡ്സ് എന്ന് പറയും. ലിപ്പിഡ്സിൻ്റെ 2 എക്സാമ്പിൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഫാറ്റ്സും ഓയിൽസും. മറക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ലിപ്പിഡ്സ് പഠിച്ചു. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. എന്താണ്? ന്യൂക്ലിക് ആസിഡ്, 4. ന്യൂക്ലിക് ആസിഡും നമുക്ക് സിമ്പിളാണ്. ന്യൂക്ലിക് ആസിഡിൻ്റെ എക്സാമ്പിളും സിമ്പിളാണ്. ഏതൊക്കെയാണ്? അതിനും 2 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? DNA,
RNA. നിങ്ങൾ DNA എന്ന് കേട്ടിട്ടില്ലേ? ഇതെങ്ങനെ നിങ്ങളൊരു സംഭവം കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു സംഭവം, ഇതാണ് DNA അല്ലേ? ഈ DNA എന്താണ്? നമ്മുടെ ബോഡിയിലെ ഒരു ന്യൂക്ലിക് ആസിഡാണ്. DNA പോലെ തന്നെ ഒരു RNA ഉണ്ട് കേട്ടോ. നിങ്ങൾ RNA പഠിച്ചു വെക്കുക, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിക് ആസിഡിൻ്റെ എക്സാമ്പിൾ എത്ര ഉണ്ട്? 2 എണ്ണം. ഏതൊക്കെയാണ്? DNA ഉണ്ട്, RNA ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂക്ലിക് ആസിഡും പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ഇപ്പോൾ ലിപ്പിഡും പഠിച്ചു, ന്യൂക്ലിക് ആസിഡും പഠിച്ചു. 2 ബയോമോളിക്യൂൾ നമ്മൾ പഠിച്ചു കേട്ടോ. മനസ്സിലായില്ലേ? സംഭവം സിമ്പിൾ അല്ലേ? ലിപ്പിഡ്സിന് എക്സാമ്പിൾ പറഞ്ഞേ, ഫാറ്റ്സും ഓയിൽസും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ, DNA, RNA. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് ഷുഗർ ഓർക്കണം. നമ്മൾ കഴിക്കുന്ന ചോറില്ലേ, ചോറിലൊക്കെ നിറയെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരണം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്. ഇതെല്ലാം എന്താണെന്നറിയോ? ഇതെല്ലാം കാർബോഹൈഡ്രേറ്റുകളാണ്. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഇല്ലേ? സൂക്രോസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഫ്രക്ടോസ് ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. സൂക്രോസ് പ്ലാന്റ്സിൻ്റെ ബോഡിയിലൊക്കെ കാണുന്നതാണേ. ഓക്കെ, സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ബോഡിയിലുള്ളതാണ്, സെല്ലുലോസൊക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ്? കാർബോഹൈഡ്രേറ്റുകളാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും പഠിക്കാൻ, പക്ഷെ പതിയെ പഠിക്കും. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾ എന്തായാലും ലിപ്പിഡും ന്യൂക്ലിക് ആസിഡും പഠിച്ചു എന്ന് ഉറപ്പല്ലേ? കാർബോഹൈഡ്രേറ്റ് നമുക്ക് മെല്ലെ പഠിക്കാം. എന്നാൽ ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡും മറക്കില്ലല്ലോ. ഈ ന്യൂക്ലിക് ആസിഡിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കില്ലേ, എഴുതി പഠിക്കില്ലേ? ഓക്കെ, അപ്പം എന്താ പറയുക, ഇന്ന് ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡും മാത്രം പഠിച്ചാൽ മതി. പറ്റുവെച്ചാൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് നോക്കിക്കോ. നാളെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഇന്ന് തന്നെ പഠിക്കണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പോലെ കുറച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ 5 എക്സാമ്പിൾസ് പറഞ്ഞേ. എക്സാമ്പിൾസിൻ്റെ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കണേ. പിന്നെ അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ പറഞ്ഞു. പ്രോട്ടീൻസ്, ഇനി ലാസ്റ്റിലെ ബയോമോളിക്യൂളാണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിലെ 3 എക്സാമ്പിൾസേ നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾ ഹോർമോൺസ് കേട്ടിട്ടില്ലേ? നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരു കെമിക്കലാണ് ഹോർമോണ്. ആ ഹോർമോൺസ് എന്താണെന്നറിയോ? പ്രോട്ടീനാണ്. ഈ ഹോർമോൺസ് എന്താണ്? പ്രോട്ടീൻസ് ആണ്. അപ്പോൾ എന്തുണ്ട്? ഈ പ്രോട്ടീനിൽ വരുന്നൊരു എക്സാമ്പിളാണ് ഹോർമോൺസ്. അതേപോലെ എൻസൈംസും പ്രോട്ടീനാണ്. അതേപോലെ ആൻറ്റിബോഡീസും പ്രോട്ടീൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ചിലപ്പോൾ ഈ കൊല്ലം തന്നെ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഭാവിയിൽ ഇതിനെപ്പറ്റി ഓരോന്നിനും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങളിപ്പോൾ ജസ്റ്റ് എന്ത് പഠിക്കുക? ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് കാണാപ്പാഠം പേരൊക്കെ ഡെയിലി വായിക്കുമ്പോൾ തലയിൽ കയറും. എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നറിയോ? എക്സാമിന് നിങ്ങളോട് ചോദിക്കും. എക്സാമിന് അവർ ആദ്യം ഗ്ലൂക്കോസ് എന്ന് എഴുതും. എന്ത് എഴുതും? ഞാൻ ഗ്ലൂ എന്ന് എഴുതണല്ലോ കേട്ടോ. ഗ്ലൂക്കോസ് തരും. എന്നിട്ട് എന്താണ് ചോദിക്കും? എന്ത് തരം ബയോമോളിക്യൂളാണ്? എന്താണ് അത്? കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് എഴുതാൻ അറിയണം. അതുപോലെ തന്നെ എൻസൈംസ് എന്താണെന്ന് ചോദിക്കും. എൻസൈംസ് എന്താണ്? പ്രോട്ടീൻ ആണ് എന്ന് പറയാൻ അറിയണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് പഠിക്കാനായിട്ട് പറയുന്നത്. കാണാപ്പാഠം പഠിക്കുന്നേ വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് സൂക്രോസ് എന്ന് ചോദിച്ചാൽ അത് കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് പറയാൻ പറ്റുക. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീൻ ആണ് എന്ന് പറയണം എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പം എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ, വേർഡ് പെയറൊക്കെ എഴുതാൻ വരും. ആദ്യം ഒരു ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് അവർ തന്നെ തരും ക്വസ്റ്റ്യനിൽ. എന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താ പറയുക, ഹോർമോൺസ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ആണ് എന്ന് എഴുതണം നമ്മൾ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു ബോക്സിൽ നിന്ന് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം പഠിക്കണമെന്ന്. അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്ത് നോക്കാം നമുക്ക്. All life signs are manifested by the actions of biomolecules and many other chemical factors inside the cell. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. All such chemical reactions together taking place in an organism are called metabolism. Yes, അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെറ്റാബോളിസം. എന്താണ് മെറ്റാബോളിസം എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു
ഒരു സെല്ലിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ നടക്കുന്ന എല്ലാ റിയാക്ഷനുകളെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാബോളിസം. ഓക്കെ, ഓൾ സച്ച് കെമിക്കൽ റിയാക്ഷൻസ്, എല്ലാ രാസപ്രവർത്തനങ്ങളെയും നമ്മൾ ഒരുമിച്ച് ടുഗെദർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാബോളിസം. ക്ലിയർ? നമ്മൾ മെറ്റാബോളിസത്തിനെ രണ്ടെണ്ണമായി തരംതിരിക്കുന്നുണ്ട്. എത്ര എണ്ണമായി തരംതിരിക്കുന്നുണ്ട്? രണ്ടെണ്ണം. ഏതൊക്കെയാണെന്നറിയോ? ആനാബോളിസും ഉണ്ട്, കാറ്റാബോളിസും ഉണ്ട്. ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും, അവരുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം. നമ്മൾ മെറ്റാബോളിസത്തിന് എത്ര എണ്ണമായി തിരിച്ചു? രണ്ടെണ്ണമായി തരം തിരിച്ചു. ഏതൊക്കെയാണ്? ആനാബോളിസും ഉണ്ട്, കാറ്റാബോളിസും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആനാബോളിസം, എന്താണ് കാറ്റാബോളിസം എന്ന് പഠിക്കണ്ടേ? ഇവിടെ ആനാബോളിസം കാറ്റാബോളിസം കണ്ടില്ലേ? ഇത് ഈ പാരഗ്രാഫാണ് കേട്ടോ ഞാൻ പറയണേ. ഓക്കെ, വെയിറ്റ്. ഈ പാരഗ്രാഫാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആനാബോളിസം എന്ന് കണ്ടില്ലേ? അപ്പോൾ എന്താണ് ആനാബോളിസം എന്നറിയോ നിങ്ങൾക്ക്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, ഇതൊരു മോളിക്യൂളാണേ, ഇതും ഒരു മോളിക്യൂളാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് മോളിക്യൂളുകൾ എന്ത് ചെയ്തു എന്നറിയോ? കൂടിച്ചേർന്നു. എന്ത് ചെയ്തു? കൂടിച്ചേർന്നു. എന്നിട്ട് എന്തായി മാറി? ഒരു വലിയ ഒരു മോളിക്യൂളായിട്ട് മാറി. ഇതിനെയാണ് ആനാബോളിസം എന്ന് പറയുക. കൂടിച്ചേർന്ന് വലിയൊരു മോളിക്യൂളായിട്ട് മാറും. ഓക്കെ, അത് നമ്മൾ ആനാബോളിസം എന്ന് പറയും. അപ്പോൾ എന്താണ് കാറ്റാബോളിസം? നിങ്ങൾ ചോദിക്കണം എന്നോട്, എന്താണ് അപ്പോൾ കാറ്റാബോളിസം? കാറ്റാബോളിസം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വലിയൊരു മോളിക്യൂൾ ഉണ്ടായിരുന്നു, അതിന് നമ്മൾ പീസാക്കി കുഞ്ഞു മോളിക്യൂളാക്കി മാറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റാബോളിസം. അപ്പോൾ ആനാബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിർമ്മാണമാണല്ലേ, ഒരു എന്താ പറയുക, ഒരു പുതിയൊരു വലിയ മോളിക്യൂൾ ഉണ്ടാക്കുകയാണ് കുറേ മോളിക്യൂളുകൾ വെച്ചിട്ട്. പക്ഷേ കാറ്റാബോളിസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വലിയ മോളിക്യൂളിനെ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കാറ്റാബോളിസം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നറിയോ? ആനാബോളിസം എന്ത് സംഭവിക്കുക? വിച്ച് കമ്പൈൻസ് മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യിപ്പിക്കും. കാറ്റാബോളിസം എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്, ബ്രേക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കുക. ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ആനാബോളിസത്തിലെ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യും, കാറ്റാബോളിസത്തിലെ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനാബോളിസം ആൻഡ് കാറ്റാബോളിസം? ആനാബോളിസം ഈസ് ദ പ്രോസസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് മോളിക്യൂൾസിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ആനാബോളിസത്തിൽ കാണുന്നത്. കാറ്റാബോളിസത്തിലോ? കാറ്റാബോളിസം മീൻസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ്. ഈ പാരഗ്രാഫ് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ മെറ്റാബോളിസത്തിനെ പറ്റി പഠിച്ചല്ലേ? മെറ്റാബോളിസം എന്താണ്, അത് എത്ര എണ്ണമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അതേ സെയിം സംഭവം അവരിതേ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ? എക്സാമിന് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യണം? പഠിക്കണം. നമുക്കറിയാം മെറ്റാബോളിസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് മെറ്റാബോളിസം എന്ന് വേഗം പറഞ്ഞേ. എന്താണ് മെറ്റാബോളിസം? നമ്മുടെ ബോഡിയുടെ അകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം. ക്ലിയർ അല്ലേ? അത് നമ്മൾ രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്തു. അതാണ് ഇവിടെ എഴുതിയേക്കണേ. ആനാബോളിസം എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി കൂടെ നമുക്ക് അവിടെ എന്ത് എഴുതുക? കാറ്റാബോളിസം. ഞാൻ ഇവിടെ സി എന്ന് മാത്രമേ എഴുതണുള്ളൂ. കാറ്റാബോളിസം. അപ്പോൾ ആനാബോളിസം എഴുതി, കാറ്റാബോളിസം എഴുതി. അവർ കാറ്റാബോളിസത്തിന് താഴെ എഴുതിയേക്കാണ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്ന് അവിടെ എഴുതാൻ കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ പ്രോട്ടീനെ പറ്റി പറയുന്നത്. ഓക്കെ, പ്രോട്ടീൻ മാത്രമല്ല എന്തൊരു ബയോമോളിക്യൂളിനെയും പൊടിച്ച് പീസാക്കുന്ന ആ ഒരു പ്രവൃത്തിനെ പറയുന്ന പേരാണ് കാറ്റാബോളിസം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇവർ പറയുന്നത് പ്രോട്ടീൻസിനെ പറ്റിയിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയത് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് എന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? നേരത്തെ എന്താ കാറ്റാബോളിസിൽ പഠിച്ചത്? ബ്രേക്സ് ഡൗൺ മോളിക്യൂൾസ് അല്ലേ? ഏതൊരു മോളിക്യൂളിനെയും അങ്ങനെ പൊടിച്ച് പീസാക്കുന്ന പ്രക്രിയനെ പറയുന്നതാണ് കാറ്റാബോളിസം. ഇവിടെ അവർ പ്രോട്ടീനെ പൊടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ.
കാരണം ഇവിടെ പ്രോട്ടീൻ അവരെന്താക്കി, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡുകളാക്കി മാറ്റി. നിങ്ങൾക്ക് അമിനോ ആസിഡ് എന്നൊക്കെ പഠിക്കണം. പ്രോട്ടീൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അമിനോ ആസിഡുകൾ കൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം. അമിനോ ആസിഡ്സിൻ്റെ ഫിഗേഴ്സൊക്കെ ഞാൻ അവിടെ കാണിക്കാം കേട്ടോ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ട എല്ലാം ഒരു മോളിക്യൂളാണ്. ഒക്കെ ആറ്റം. അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ അമിനോ ആസിഡ് ഒരുപാട് കൂടിച്ചേർന്നിട്ടാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഓക്കെ, പ്രോട്ടീൻ ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഇത്ര മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോട്ടീനെ പറ്റി പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പ്രോട്ടീൻ പൊട്ടിച്ചു എന്ന് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ പറയുന്നത് നോക്കിയേ, ആനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? എന്താണ്? മേക്കിംഗ് ഒരു കോമ്പിനേഷൻ പ്രോസസ്സാണല്ലേ ആനാബോളിസം, നമുക്കറിയാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കിയേ. പ്ലാന്റ്സ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂട്ടിച്ചേർത്ത് പ്ലാന്റ്സ് എന്തുണ്ടാക്കുവാണ്? ഗ്ലൂക്കോസ് ഉണ്ടാക്കുവാണ്. അതൊരു നിർമ്മാണ പ്രക്രിയയാണ്. അപ്പോൾ അതെന്താണ്? ആനാബോളിസം ആണല്ലേ. നമുക്കിവിടെ എന്ത് ചെയ്താം? ഗ്ലൂക്കോസ് മേക്കിങ്ങോ അല്ലെങ്കിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് നമുക്കിവിടെ എഴുതാം. ഇവിടെ നമുക്ക് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം? ഗ്ലൂക്കോസ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് എന്താ ശരിക്കും? ഫോട്ടോസിന്തസിസ് ആണ്. അതും നമുക്ക് ഈ ഓപ്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഒന്നുപോലെ നമുക്ക് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു കേട്ടോ. നമ്മൾ ഈ ഒരു ബോക്സ്, ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ബയോമോളിക്യൂൾസ് സച്ച് ആസ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ആർ ഫോംഡ് ഇൻസൈഡ് ദ സെൽ ടു റെഗുലേറ്റ് ആൻഡ് ഹെൽപ്പ് മെറ്റാബോളിസം. നമ്മൾ പഠിച്ചു എൻസൈമുകളും ഹോർമോണുകളും ബയോമോളിക്യൂളുകളാണല്ലേ? അല്ലേ? അതെ, പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എൻസൈമുകളെയും ഹോർമോൺസിനെയും പഠിച്ചത്. ഈ ബയോമോളിക്യൂൾ എവിടെയാണെന്നറിയോ ഉണ്ടാവുന്നത്? സെല്ലിനകത്താണ്. ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെല്ലിനകത്താണ് നമുക്ക് ഹോർമോൺസിനെയും എൻസൈംസിനെയും കാണാൻ പറ്റുന്നത്. ഇതെന്തിനാണെന്നറിയോ? സെല്ലിനകത്ത് നമ്മുടെ മെറ്റാബോളിസം അല്ലേ? മെറ്റാബോളിസത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ബയോമോളിക്യൂളാണ് നമ്മുടെ എൻസൈമും ഹോർമോണും. എന്താ ഞാനിപ്പോൾ പറഞ്ഞത്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന 2 ഘടകങ്ങളാണ് എന്തൊക്കെ? ഹോർമോണുകളും എൻസൈമുകളും. അപ്പോൾ എന്താണ് ഹോർമോൺ എന്നും എൻസൈം എന്നും മനസ്സിലായില്ലേ? എന്തൊക്കെയാണത്? എൻസൈമും ഹോർമോണും പ്രോട്ടീൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രോട്ടീൻ ഒരു ബയോമോളിക്യൂളാണ്. അപ്പോൾ എൻസൈമും ഹോർമോണും ഒരു ബയോമോളിക്യൂളാണ്. അപ്പം ബയോമോളിക്യൂളുകളായിട്ടുള്ള എൻസൈമുകളും ഹോർമോണുകളും എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റാബോളിസത്തിനെ, എല്ലാ പ്രവർത്തനങ്ങളെയും ഹെൽപ്പ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? ഹോർമോണുകളും എൻസൈമുകളും ആണ്. ക്ലിയർ അല്ലേ? യെസ്. അനലൈസ് ദി ഡിസ്ക്രിപ്ഷൻ ഗിവൻ ബിലോ ആൻഡ് ഗെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി താഴെ തന്നിരിക്കുന്ന എൻസൈമിനെ പറ്റിയും ഹോർമോണിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് എക്സാമ്പിളുകളുടെ ഇപ്പോൾ പേര് മാത്രം പഠിച്ചാൽ മതി, ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. യെസ്, നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എൻസൈംസ്? നമുക്ക് ആദ്യം നോക്കാട്ടോ. എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദി കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓർഗാനിസം എവറി മൊമെൻറ്റ്. നമ്മുടെ ബോഡിയിൽ എല്ലാ നേരം എപ്പോഴും എന്ത് നടന്നുകൊണ്ടിരിക്കുക? ഓരോരോ പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിലകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് സ്പീഡ് കൂട്ടാൻ, ആ പ്രവർത്തനങ്ങൾക്ക് സ്പീഡ് കൂട്ടുന്ന ആളാണ് ആര്? നമ്മുടെ എൻസൈമുകൾ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ സംഭവം? ഇത് പഠിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. NB ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈമുകൾ എന്താണ്? എൻസൈമുകൾ ഒരു മോളിക്യൂളാണ്. അപ്പോൾ എന്താ പറയുക? എൻസൈംസ് ആർ മോളിക്യൂൾസ്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? വിച്ച് ഹെൽപ്പ് ടു സ്പീഡപ്പ് ചെയ്യാൻ, വേഗത്തിലാക്കാൻ. എന്ത് വേഗത്തിലാക്കാൻ? ദി കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ്, എണ്ണമില്ലാത്ത ഓരോ പ്രവർത്തനങ്ങൾ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ സ്പീഡപ്പ് ചെയ്യുന്ന മോളിക്യൂളുകളാണ് നമ്മുടെ എൻസൈമുകൾ എന്ന് എഴുതാൻ പറ്റണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സാമിന് ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻസൈംസ് ആൻഡ് ഹോർമോൺസ്? അപ്പോൾ എഴുതില്ലേ ഒന്നാമത്തെ പോയിന്റ്? എൻസൈംസ് എന്താണ്? എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ്
ദി കൗണ്ട്ലെസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എന്തോരം പ്രവർത്തനം നടക്കുന്നല്ലേ, എണ്ണമില്ലാത്ത അത്രയും പ്രവർത്തനങ്ങൾ. അപ്പോൾ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ ഓർഗാനിസം എവറി മൊമെൻറ്റ്. എല്ലാ നിമിഷവും നമ്മുടെ ഓർഗാനിസത്തിൻ്റെ, ഒരു ജീവിയുടെ ബോഡിയുടെ അകത്ത് നടക്കുന്ന എണ്ണമില്ലാത്ത കെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ എൻസൈം. ഓക്കെ, മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പ്രോട്ടീൻസിൻ്റെയിലല്ലേ നമ്മൾ എൻസൈംസിന് എക്സാമ്പിളായിട്ട് പഠിച്ചത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എൻസൈമുകൾ പ്രോട്ടീൻസ് ആണെന്ന് അല്ലേ. ഓക്കെ, ഇവിടെ പറയുവാണ് നമുക്കറിയാവുന്നതിൽ കുറേ എൻസൈംസ് എന്ത് തന്നെയാണ്, പ്രോട്ടീൻസ് ആണ്. മോസ്റ്റ് എന്ന് പറയുന്നുള്ളൂ, എല്ലാ എൻസൈമും പ്രോട്ടീൻ അല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതിൽ എന്തൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് അല്ലേ, അത് നിങ്ങളിപ്പോൾ പഠിക്കണ്ട. പക്ഷെ ഇപ്പം മനസ്സിലാക്കി വയ്ക്കുക, എന്താണ് മോസ്റ്റ് എൻസൈംസ് എന്ത് തന്നെയാണ്, പ്രോട്ടീൻസ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, എൻസൈംസിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമ്മുടെ സലൈവ എന്ന് വെച്ചാൽ എന്താണ്, സലൈവ എന്ന് വെച്ചാൽ എന്താ, തുപ്പലം അല്ലേ. അതിലൊരു എൻസൈം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് സലൈവറി എമൈലേസ്. എന്താണ്, നമ്മുടെ സലൈവയിൽ കാണപ്പെടുന്ന ഒരു എൻസൈമിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്താ പറയുക, സലൈവറി എമൈലേസ്. പഠിക്കില്ലേ? ഓക്കെ, ഇനി നമ്മുടെ വയറിനകത്തെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് ഗ്യാസ്ട്രിക് ജ്യൂസസ്? എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? ഡൈജഷൻ, ദഹനം ശരിക്കും നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ആ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തുണ്ടെന്നറിയോ? ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് പെപ്സിൻ. എന്താണ്? പെപ്സിൻ. പഠിച്ചോ? അപ്പോൾ 2 എൻസൈംസിൻ്റെ പേര് ഇപ്പോൾ പഠിച്ചു. ഒന്നാമത്തെ ഒന്ന് പഠിച്ചത് എവിടെയാ? സലൈവയിൽ ഒരു എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് പേര്? സിമിലർ അല്ലേ? സലൈവയിൽ സലൈവറി എമൈലേസ്. പിന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്ത് എൻസൈം ഉള്ളത്? പെപ്സിൻ. അപ്പോൾ ഈ 2 എൻസൈംസിൻ്റെ പേര് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ക്ലിയർ അല്ലേ? പഠിച്ചില്ലേ? ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എൻസൈംസിൻ്റെ എക്സാമ്പിൾ വെരി 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 ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. ഇനി നമുക്ക് ഹോർമോൺസിനെ പറ്റി പഠിക്കാം കേട്ടോ. ഹോർമോൺസ് എന്താണ്? ഹോർമോൺസ് മോളിക്യൂൾസ് ആണല്ലോ. ഹോർമോൺസും കെമിക്കൽ മോളിക്യൂളുകളാണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരുപാട് പ്രക്രിയകളുണ്ടല്ലേ, പ്രവർത്തനങ്ങളുണ്ട്. അതിനെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ. നമ്മൾ ഒരു കാര്യം ഇന്ന രീതിക്ക് ചെയ്യണം, അങ്ങനെ രീതിക്ക്. അപ്പോൾ അതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മുടെ ബോഡിക്ക് പ്രശ്നമാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന കുറച്ച് ആളുകളാണ് നമ്മുടെ ഹോർമോണുകൾ. അപ്പം ഹോർമോണുകൾ എന്താണ്? കെമിക്കൽ മോളിക്യൂളുകളാണ് that regulate and coordinate biological processes. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഹോർമോണുകൾ എവിടെ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കില്ലേ നിങ്ങൾ? അതിനായിട്ട് നമ്മുടെ ബോഡിയിൽ 10 ഗ്ലാൻഡുകളുണ്ട്. എത്രയുണ്ട്? 10 ഗ്ലാൻഡുകൾ. ഞാൻ അവിടെ ഫിഗേഴ്സ് കാണിക്കാം. അവിടെ എല്ലാത്തിലും എന്ത് സംഭവിക്കും? ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഈ 3 എക്സാമ്പിൾസ് നമ്മുടെ സെക്സ് ഓർഗൻസ് ഇല്ലേ, അതിനെല്ലാത്തിൻ്റെയും ഫങ്ഷൻസ്, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ശരിക്കും നടക്കണമെങ്കിൽ ഏതൊക്കെ ഹോർമോൺസ് വേണം? ടെസ്റ്റോസ്റ്റിറോൺ വേണം, ഈസ്ട്രജൻ വേണം, പ്രൊജസ്ട്രോൺ വേണം. ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെയാണേ. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. എക്സാമ്പിൾസ് എന്തായാലും പഠിക്കണം. എൻസൈംസിൻ്റെ എക്സാമ്പിളും പഠിക്കണം, ഈ പറഞ്ഞ ഹോർമോൺസിൻ്റെ എക്സാമ്പിളും പഠിക്കണം. അപ്പോൾ ഈ ബോക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കില്ലേ? ഓക്കെ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് certain factors necessary for metabolism in living organisms are synthesized inside the cell. നമുക്ക് മനസ്സിലായില്ലേ? എന്താണ്? നമ്മുടെ ബോഡിയിൽ മെറ്റാബോളിസം നിലനിർത്തണമെങ്കിൽ നമ്മുടെ സെല്ലിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സിന്തസൈസ് ചെയ്യുന്ന വെച്ചാൽ നിർമ്മിച്ചുകൊണ്ടേയിരിക്കണം എന്ന് അല്ലേ? നമുക്കത് മനസ്സിലായി. Many other factors required for metabolism are obtained from external environment എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിനകത്ത് മാത്രമല്ല, ഈ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ പുറത്തു നിന്നും എന്തൊക്കെയോ സംഭവങ്ങൾ വേണം. നിങ്ങൾക്ക് അറിയൂ എന്തൊക്കെ വേണ്ടതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ബോഡിയുടെ പുറത്തു നിന്ന് എന്തൊക്കെ വേണം ഈ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ?
ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഓക്സിജൻ വേണ്ടേ? ഓക്സിജൻ വേണം. അതേപോലെ ന്യൂട്രിയൻസ് വേണം. അപ്പോൾ ഇവിടെ എഴുതണം ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം എന്ന് എഴുതണം കേട്ടോ. ഞാൻ O എന്നൊക്കെ എഴുതണമല്ലോ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ന്യൂട്രിയൻസിൻ്റെ സ്പെല്ലിംഗ് അറിയില്ലേ? ഞാൻ വേണേൽ പറഞ്ഞുതരാം. NUTRIENTS. ഇതാണ് ന്യൂട്രിയൻസ്. പിന്നെ ഓക്സിജനൊക്കെ വേണം നമുക്ക്. എന്നാൽ എന്താണ് ന്യൂട്രിയൻസ്? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് ന്യൂട്രിയൻസ് അല്ലേ? യെസ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായാലാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് മെറ്റാബോളിസം നടക്കത്തുള്ളൂ. മെറ്റാബോളിസം നടന്നാലേ നമുക്ക് ജീവൻ ഉണ്ടാവുള്ളൂ ശരിക്കും. ഓക്കെ, മെറ്റാബോളിസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന, ബോഡിയുടെ അകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് മെറ്റാബോളിസം. ക്ലിയർ? അപ്പം ഞാൻ ഇന്ന് ഇവിടം വരെ എടുക്കുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്ന്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞാൽ മൊത്തം പഠിച്ചതിന് ശേഷം മാത്രമേ കിടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമാവട്ടെ നാളത്തെ ക്ലാസ് കൂടിയും കാണാനേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഓൾറെഡി സ്കൂളിൽ കേട്ടുണ്ടാവും ക്ലാസ്. അപ്പോൾ എന്ത് ചെയ്യണം? നന്നായി ഇതിൻ്റെ കൂടെ പഠിച്ച് പോകണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. ഇതിന് ശേഷം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ. ഓക്കെ.